നല്ല മൊരിഞ്ഞ ഉഴുന്നുവട ഇഷ്ടമല്ലാത്തവരായിട്ട് നമ്മൾ ആരാ ഉള്ളത്? നമ്മുടെ പ്രധാന ആഘോഷങ്ങൾക്ക് പോലും നമ്മൾ ഉഴുന്നുവട നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പമൊക്കെ നമ്മൾ കഴിക്കുന്നവരാണ്. കടക്കാരുടെ ചോദിച്ചാൽ പോലും പ്രൊഫഷണൽ ഉഴുന്നുവട റെസിപ്പി കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട. സാധാരണയായിട്ട് മാവരച്ചുണ്ടാക്കുകയെന്ന് അവരും പറയത്തുള്ളൂ. പ്രൊഫഷണൽ ഉഴുന്നുവട എങ്ങനെ നമുക്ക് വീടുകളിൽ തന്നെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അതിന് 1-2-3 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, സ്റ്റെപ്പ് ഉണ്ട്. സോ ഗൈസ്, മീ ശ്രീ, വെൽക്കം ടു മൈ ചാനൽ വില്ലേജ് കറീസ്. എങ്ങനെ ഉഴുന്നുവട വീട്ടിലുണ്ടാക്കാമെന്നുള്ള വീഡിയോ കാണാം. ഈ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് 200 ഗ്രാം ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. 1.5 മണിക്കൂറാണ് കുതിർത്ത് വെച്ചത്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇവിടെ അരയ്ക്കാനായിട്ട് ഗ്രൈൻഡർ ഉപയോഗിക്കുന്നത്. ഗ്രൈൻഡർ ഇല്ലാത്തവർക്ക് മിക്സിയിലെടുക്കാം. മിക്സിയിലെടുത്ത് നമ്മൾ മിക്സിയിൽ അരയ്ക്കാൻ നേരത്ത് മാവ് ചൂടായിപ്പോയി കഴിഞ്ഞാൽ ഉഴുന്നുവട കല്ല് പോലാവും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മിക്സിയുടെ ജാർ 1.5 മണിക്കൂറോളം ഫ്രീസർ കയറ്റി വെക്കുക. ഒരു വലിയ ഡബിൾ ഡോർ ഫ്രിഡ്ജാകുന്നതുകൊണ്ട് എളുപ്പമാണ്. എന്നിട്ട് നമ്മൾ മാവ് അരയ്ക്കുന്ന വെള്ളത്തിനകത്ത് ഐസ് ക്യൂബ് മെൽറ്റ് ചെയ്ത വെള്ളം മാത്രം ഉപയോഗിക്കുക. ഇവിടെ ഇപ്പോൾ ഇടയ്ക്ക് ഇതിനകത്തോട്ട് ഉപ്പുവെള്ളം തളിച്ചു കൊടുക്കണം. 5 വലിയ പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും, ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞത്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉള്ളി ചേർക്കാം. ഉള്ളി ചേർക്കുന്ന പതിവ് കൊണ്ട് ഉഴുന്നുവടയ്ക്ക്. ഇപ്പം മാവ് നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഒരു 8-10 കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ കുരുമുളക് ഒന്ന് ചതഞ്ഞ് വരും. ലാസ്റ്റ് ചേർക്കുന്ന ഉപ്പ് തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉഴുന്നുവടയ്ക്ക് പൊതുവേ. ഇപ്പം മാവ് നല്ല വെണ്ണ പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. മിക്സിയിൽ അരയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ഐസ് ക്യൂബ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത വെള്ളം തളിച്ച് മാത്രം അരച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, അത് കണക്കിന് കറിവേപ്പിലയാണ് കാണുന്നത്. ഉള്ളി നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമുണ്ട് മാത്രം ചേർക്കുക. ഇവിടെ ചേർക്കുന്നില്ല. ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് മാവിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പം മാവ് കണ്ടല്ലോ, നല്ല വെണ്ണ പോലെ മാവ് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് മാവ് അരച്ചെടുക്കുന്നതിലാണ് 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഉഴുന്നുവട മാവൊന്നും വെച്ച് പിന്നത്തേക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ അങ്ങനൊന്നും വെക്കില്ല. വെച്ചപ്പോൾ തന്നെ മാവ് കൊണ്ട് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കണം. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പൊടി ഈസ്റ്റ്. ഇത് 1 നുള്ളു പൊടി ഈസ്റ്റ്. പൊടി ഈസ്റ്റ് കിട്ടില്ല, വലിയ ഈസ്റ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കാൻ നേരത്തേക്ക് അതൊന്ന് 20 മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം ചേർക്കുക, ചെറു ചൂടുവെള്ളത്തിൽ. പിന്നെ 1/4 ടീസ്പൂൺ കായം, അത് അടുത്ത നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. അത്യാവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പ് നിങ്ങൾ കറക്റ്റായി ചേർത്തേക്കുന്നുണ്ടെന്നുണ്ടെ ചേർക്കണ്ട. ഇവിടെ ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവുള്ളതുകൊണ്ട് മാത്രം ചേർത്തതാണ്. മാവ് റെഡിയായിട്ടുണ്ട്. നല്ലപോലെ കുഴച്ചെടുത്ത് വെച്ചിരിക്കുന്ന മാവാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ കടകൾ കിട്ടുന്ന ഉഴുന്നുവട വളരെ മൊരിഞ്ഞാണ് ഇരിക്കുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതിനുവേണ്ടി അതിലേക്ക് ഒരല്പം റവയും കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണൊക്കെ തന്നെ ധാരാളമാണ് റവ. എന്നിട്ട് ഈ മാവ് ഒന്നുകൂടെ നല്ലപോലെ കുഴച്ചെടുക്കണം. ആ റവ ചേർത്ത് എല്ലായിടത്തോട്ടേക്ക് നന്നായിട്ട് മിക്സ് ആവണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് മുഴുവനോടെ ചേർക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചതച്ച് ചേർക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മാവ് അരയ്ക്കുമ്പോൾ ചേർത്ത് തന്നെ മതിയാവും. ഇതിപ്പോൾ മുഴുവനായിട്ട് ചേർക്കുകയാണ്. ചതച്ച് ചേർത്താലാണ് മൊത്തമായിട്ട് നമുക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ പറ്റും. ചിലപ്പോൾ ഇതിങ്ങനെ കഴിക്കുമ്പോൾ എല്ലാവരും എടുത്ത് കളയാറുണ്ട്. ഇപ്പം മാവ് കണ്ടല്ലോ, ഈ ഒരു പരുവാണ്, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം മാവ് ഇരിക്കേണ്ടതെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉഴുന്നുവടയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഉഴുന്നുവട കല്ല് പോലെ ആകത്തില്ല, വളരെ സ്മൂത്തി ആയിരിക്കും. ഇനി ഉഴുന്നുവട ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു വലിയ ചൂട് ചട്ടിയുള്ള ചീനച്ചട്ടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിലോട്ടേക്ക് നിങ്ങൾക്ക് എന്ത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ, പാം ഓയിൽ. ഇപ്പം ഞാനിപ്പോൾ പാം ഓയിലിനകത്താണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വട ഉണ്ടാക്കാം. വട ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാം. ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് സെൻറ്ററിൽ നമ്മുടെ തള്ളവിരൽ കൊണ്ട് പ്രസ് ചെയ്യുക. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചട്ടിയിൽ എന്തോരമാണോ എണ്ണ ഒഴിച്ചു വിടാൻ അതിനകത്ത് ഇടാൻ പറ്റുന്ന അത്രയും മാത്രം വടയിട്ട് വറക്കുക. ഒത്തിരി വടയിട്ട് വറക്കാൻ പാടില്ല. പിന്നെ തീയുടെ കാര്യം കൂടെ എടുത്തു പറയാം. നമ്മൾ വറക്കുമ്പോഴത്തേക്ക് എണ്ണ നല്ല ചൂടിലായിരിക്കുമ്പോൾ മാത്രമേ വടയിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വട കണ്ടവാനെ എണ്ണ കുടിക്കാൻ തുടങ്ങും. പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കി വേണം വട നല്ലപോലെ നമ്മളിതിനകത്ത് വറുത്തെടുക്കാൻ. ഇപ്പോൾ അത്യാവശ്യം ഒരു സൈഡ് നന്നായിട്ട് വറുത്ത് വന്ന വട മറ്റേ സൈഡിലോട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് വട 2 സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ടാവും. തീ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വടയുടെ പുറത്തെ കളർ മാത്രമേ ആകത്തുള്ളൂ, അകത്തെ മാവ് പച്ച മാവായിരിക്കും. അപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് വേണം എല്ലാവരും ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ വടയെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ ഇത്രയും തന്നെ വളരെ സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എല്ലാ ഉഴുന്നുവടയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് വളരെ സിമ്പിളാണ്. പക്ഷേ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സക്സസ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വടയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വില്ലേജ് കറി എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
പുതിയ നല്ല വീഡിയോസിനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. തൽക്കാലമായി ഗുഡ് ബൈ.